ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ആഗോള രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കളായ ഡൊണാൾഡ് ട്രംപിനും വ്ളാഡിമിർ പുടിനുമെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഖത്തർ സന്ദർശനത്തിനിടെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ലോകക്രമത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളുടെയും നിലവിലെ അസ്ഥിരതയുടെയും സൂചനയാണ് നൽകുന്നത്. ആഗോള ഊർജ്ജ വിപണിയിലെ വിലക്കയറ്റത്തിന് ഇവരുടെ നിലപാടുകളാണ് കാരണമെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ബ്രിട്ടനിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് പിന്നിൽ ട്രംപിന്റെയും പുടിന്റെയും നയങ്ങളാണെന്ന് സ്റ്റാർമർ വിശ്വസിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകുന്നു. ഇത് UK-യിലെ ഓരോ വീടുകളുടെയും സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഇറാനുമായുള്ള ബന്ധവും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയും സ്റ്റാർമറുടെ പ്രസംഗത്തിലെ പ്രധാന വിഷയങ്ങളായിരുന്നു. നിലവിൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാർ വളരെ ദുർബലമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഏത് നിമിഷവും തകരാവുന്ന ഒരു സമാധാന അന്തരീക്ഷമാണ് മേഖലയിൽ ഇപ്പോഴുള്ളതെന്ന് അദ്ദേഹം ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാരപാതയായ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സ്റ്റാർമർ ഊന്നി പറഞ്ഞു. ഈ പാതയിൽ ഉണ്ടാകുന്ന ചെറിയ തടസ്സങ്ങൾ പോലും ആഗോള വിപണിയെ വൻതോതിൽ ബാധിക്കും. ബ്രിട്ടന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഈ മേഖലയിലെ സ്ഥിരത അനിവാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള സംഘർഷങ്ങളെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പരാമർശിച്ചു. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഇസ്രയേൽ ലെബനനിൽ നടത്തിയ ആക്രമണങ്ങളെ അദ്ദേഹം വിമർശിച്ചു. സമാധാനം നിലനിർത്താൻ എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്നും ആക്രമണങ്ങൾ മേഖലയിലെ സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോ സഖ്യത്തിനെതിരെ വീണ്ടും രംഗത്തെത്തിയത് സ്റ്റാർമറെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. നാറ്റോ സഖ്യകക്ഷികളെ ഭീരുക്കൾ എന്ന് വിളിച്ച ട്രംപിന്റെ നടപടി തികച്ചും അനുചിതമാണെന്നാണ് ബ്രിട്ടൻ കരുതുന്നത്. ട്രംപിന്റെ ഇത്തരം പ്രസ്താവനകൾ സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ. നാറ്റോയുടെ പ്രസക്തിയെയും പ്രാധാന്യത്തെയും സ്റ്റാർമർ ശക്തമായി പ്രതിരോധിച്ചു. ലോക സമാധാനത്തിന് നാറ്റോ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. യൂറോപ്പ് തങ്ങളുടെ പ്രതിരോധ മേഖലയിൽ കൂടുതൽ കരുത്താർജിക്കണമെന്ന് സ്റ്റാർമർ ആവശ്യപ്പെട്ടു. അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാകണം. ആഗോള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് യൂറോപ്പ് ഒരു പുതിയ സുരക്ഷാ നയം രൂപീകരിക്കേണ്ട സമയമാണിതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ട്രംപിന്റെ ഇറാൻ സ്ട്രാറ്റജി അഥവാ ഇറാൻ നയം യുക്തിരഹിതമാണെന്നാണ് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. ഇറാനെ അനാവശ്യമായി സമ്മർദ്ദത്തിലാക്കുന്നത് മേഖലയിലെ സമാധാനം തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ. ഇത് ആത്യന്തികമായി ഊർജ്ജ വിതരണത്തെ ബാധിക്കുകയും ലോകരാജ്യങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുകയും ചെയ്യും. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശവും പുടിന്റെ സ്വേച്ഛാധിപത്യ നിലപാടുകളും ഊർജ്ജ പ്രതിസന്ധിയുടെ പ്രധാന കാരണമായി സ്റ്റാർമർ ചൂണ്ടിക്കാട്ടി. ഗ്യാസ് വിതരണത്തെ റഷ്യ ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഖത്തർ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനാണ് സ്റ്റാർമർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ബ്രിട്ടന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി പുതിയ പങ്കാളികളെ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. റഷ്യയും അമേരിക്കയും മാത്രം ആശ്രയിച്ചു നിൽക്കുന്നത് അപകടമാണെന്ന് ബ്രിട്ടൻ തിരിച്ചറിയുന്നുണ്ട്. അന്താരാഷ്ട്ര സഖ്യങ്ങൾ വലിയ സമ്മർദ്ദത്തിലാണ് കടന്നു പോകുന്നത്. ട്രംപിനെ പോലെയുള്ള നേതാക്കളുടെ തിരിച്ചുവരവ് നാറ്റോ പോലുള്ള സംഘടനകളുടെ ഭാവിയിൽ നിഴൽ വീഴ്ത്തുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് സ്റ്റാർമറുടെ ആഹ്വാനം. ഇറാൻ വിഷയത്തിൽ ബ്രിട്ടൻ കൂടുതൽ നയതന്ത്രപരമായ സമീപനമാണ് ആഗ്രഹിക്കുന്നത്. വെറും ഉപരോധങ്ങൾ കൊണ്ട് മാത്രം പ്രശ്നപരിഹാരം സാധ്യമല്ല. ഇറാനുമായി ചർച്ചകൾ നടത്തി മേഖലയിലെ സ്ഥിരത ഉറപ്പാക്കാനാണ് UK മുൻഗണന നൽകുന്നത്. അമേരിക്കയുടെ കടുപ്പിച്ച നിലപാടുകൾ ഇതിന് തടസ്സമാകുന്നതായും അവർ കരുതുന്നുണ്ട്. ആഗോള എണ്ണ വിപണിയിലെ ചാഞ്ചാട്ടം ബ്രിട്ടനിലെ പണപ്പെരുപ്പത്തിന് പ്രധാന കാരണമാണ്. സാധാരണക്കാരുടെ ജീവിത ചെലവ് വർദ്ധിക്കുന്നത് സ്റ്റാർമറുടെ സർക്കാരിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ്. അതിനാൽ തന്നെ വിദേശ നയത്തിലൂടെ ഊർജ്ജവില നിയന്ത്രിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നുണ്ട്. ലെബനനിലെ ആക്രമണങ്ങൾ നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടതിലൂടെ ഇസ്രയേലുമായുള്ള ബന്ധത്തിൽ ബ്രിട്ടൻ ഒരു പുതിയ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. സമാധാന കരാറുകൾ പാലിക്കപ്പെടേണ്ടത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഭാഗമാണെന്ന് സ്റ്റാർമർ ഓർമ്മിപ്പിച്ചു. നാറ്റോയിലെ അംഗരാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സ്റ്റാർമർ അംഗീകരിക്കുന്നുണ്ട്. എങ്കിലും സഖ്യകക്ഷികളെ അധിക്ഷേപിക്കുന്നത് ഗുണകരമല്ലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം മറ്റ് രാജ്യങ്ങളുടെ സുരക്ഷയെ അപകടത്തിലാക്കുന്നു എന്നതാണ് സ്റ്റാർമറുടെ പ്രധാന പരാതി. പുടിന്റെ നീക്കങ്ങൾക്കെതിരെ യൂറോപ്പ് ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. ഉക്രൈനിലെ യുദ്ധം എത്രയും വേഗം അവസാനിക്കണമെന്നും അതിനായി റഷ്യയുടെ മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ എണ്ണയെയും വാതകത്തെയും ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ UK നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു.
അന്താരാഷ്ട്ര തലത്തിൽ സ്റ്റാർമർ നടത്തുന്ന ഈ നീക്കങ്ങൾ ബ്രിട്ടന്റെ ആഗോള സ്വാധീനം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. വൻ ശക്തികൾക്കിടയിൽ സ്വന്തമായി ഒരു നിലപാട് ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഇതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാമെന്ന് അദ്ദേഹം കരുതുന്നു. ഊർജ്ജ വിപണിയിലെ ഈ യുദ്ധം വെറും ഒരു പണത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ലോകത്തിന്റെ നിയന്ത്രണത്തിന് വേണ്ടിയുള്ളതാണ്. ട്രംപും പുടിനും തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി സാമ്പത്തിക സ്രോതസ്സുകളെ ഉപയോഗിക്കുന്നുവെന്നാണ് സ്റ്റാർമർ ആരോപിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ സൈനിക നിരീക്ഷണം വർദ്ധിപ്പിക്കാൻ ബ്രിട്ടൻ ഉദ്ദേശിക്കുന്നുണ്ട്. തങ്ങളുടെ വ്യാപാര കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ നോയൽ നേവി കൂടുതൽ ശ്രദ്ധ നൽകും. ഈ മേഖലയിൽ ഇറാൻ നടത്തുന്ന നീക്കങ്ങളെ ജാഗ്രതയോടെയാണ് ബ്രിട്ടൻ നിരീക്ഷിക്കുന്നത്. നയതന്ത്ര ചർച്ചകളിൽ ഖത്തറിന്റെ പങ്കും വളരെ വലുതാണ്. ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള പാലമായി ഖത്തർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ബന്ധം ഉപയോഗപ്പെടുത്തി ഇറാൻ പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം കാണാമെന്നാണ് സ്റ്റാർമറുടെ പ്രതീക്ഷ. ട്രംപിന്റെ പ്രസ്താവനകൾ നാറ്റോയുടെ ശക്തി കുറയ്ക്കുമെന്ന ആശങ്ക ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്കുമുണ്ട്. സ്റ്റാർമറുടെ പ്രസ്താവന ഈ രാജ്യങ്ങൾക്കുള്ള ഒരു പിന്തുണ കൂടിയാണ്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോയെങ്കിലും സുരക്ഷാ കാര്യങ്ങളിൽ ബ്രിട്ടൻ യൂറോപ്പിനൊപ്പമാണെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും ഊർജ്ജ സുരക്ഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സ്റ്റാർമർ സംസാരിച്ചു. പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് മാറുന്നതിലൂടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകം ഇപ്പോൾ നിൽക്കുന്നത് ഒരു വഴിത്തിരിവിലാണ്. വൻ ശക്തികൾ തമ്മിലുള്ള ശീതയുദ്ധം വീണ്ടും ശക്തമാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബ്രിട്ടൻ സ്വീകരിക്കുന്ന നിലപാടുകൾ ആഗോള രാഷ്ട്രീയത്തിൽ നിർണായകമാകും. സ്റ്റാർമറുടെ ഈ വിമർശനങ്ങൾ പുതിയൊരു നയതന്ത്ര പോരാട്ടത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ട്രംപിന്റെയും പുടിന്റെയും നയങ്ങൾ ലോകത്തെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നത്. ഊർജ്ജവിലയും സമാധാനവും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വൻ ശക്തികൾ ഉത്തരവാദിത്വത്തോടെ പെരുമാറാത്ത പക്ഷം ലോകം കൂടുതൽ ഇരുട്ടിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് കീർ സ്റ്റാർമർ നൽകുന്നത്. ബ്രിട്ടന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണെന്ന സന്ദേശം കൂടിയാണ് അദ്ദേഹം ഈ സന്ദർശനത്തിലൂടെ നൽകിയത്.